പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ഫോട്ടോയിൽ കാണുന്ന നമുക്ക് സുപരിചിതമായ ഒരു മുഖമാണ്. ദൃശ്യമാധ്യമങ്ങളിലും സിനിമയിലും ഒക്കെ നമ്മൾ കണ്ട് പരിചയിച്ച ഒരു മുഖം. ചിരിയും ചിന്തയും നമ്മളിലേക്ക് ആവോളം എത്തിക്കുവാൻ ശ്രദ്ധിക്കുന്ന ഒരു പ്രതിഭ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മികച്ച ഒരു ഫലിത സാമ്രാട്ട്, അതാണ് രമേശ് പിഷാരടി. ഇദ്ദേഹത്തിന് പലവിധമായ പ്രതിഭയുള്ള ഒരു മനുഷ്യനാണ്. നമ്മളത് ദൈനംദിന ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം അങ്ങേയറ്റം പ്രശംസാർഹമാണ്. ഞാൻ എന്നാൽ ഇതിലൊന്നുമല്ല കൂടുതൽ താല്പര്യം കാണിക്കുന്നു. അദ്ദേഹം ആത്മാർത്ഥതയുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. സിനിമാ മേഖലയിൽ അതുപോലെ സാംസ്കാരിക മേഖലയിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഇടതുപക്ഷ അനുഭാവികൾക്കാണ് കൂടുതൽ സാധ്യതകൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ആ പക്ഷത്ത് നിൽക്കാതെ കോൺഗ്രസിൻ്റെ പക്ഷത്ത് നിന്ന് ജനാധിപത്യവാദിയായി മതേതരത്വവാദിയായി നിലനിന്ന് തൻ്റെ കാഴ്ചപ്പാടുകളും നിലപാടുകളും വ്യക്തമാക്കിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണത്. തീർച്ചയായും യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുവാൻ അദ്ദേഹത്തിന് കാണിക്കുന്ന തൻ്റെ ഇടമുണ്ടല്ലോ, ആത്മാർത്ഥതയുണ്ടല്ലോ, അത് നമ്മൾ എത്ര തന്നെ പ്രശംസിച്ചാലും മതി വരികയില്ല. സാധാരണ കോൺഗ്രസ്സുകാരൊക്കെയും ഈ കാര്യം തുറന്നു പറയാൻ പലപ്പോഴും വിസമ്മതിക്കാറുണ്ട്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിനോ കേന്ദ്രത്തിലോ കോൺഗ്രസ് അധികാരത്തിലില്ല. എന്നിട്ടും ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് അഭിമാനത്തോട് പറയുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആർജവം അങ്ങേയറ്റം പ്രശംസനീയമാണ്. ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നടക്കുവാൻ അദ്ദേഹത്തിന് തൻ്റെ ഇടം കാണിച്ചു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ചെറുതും വലുതുമായ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാൻ തീരുമാനിക്കുന്നതായിട്ടാണ് അറിയുന്നത്. അത് നല്ലൊരു തീരുമാനമാണ്. ഇദ്ദേഹം തികച്ചും ഒരു ജനാധിപത്യവാദിയാണ്, മതേതരത്വവാദിയാണ്. പാലക്കാടിൻ്റെ മണ്ണിൽ അദ്ദേഹം ബഹുഭൂരിപക്ഷം വിജയിക്കും. അതിനെല്ലാ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. തുറന്നുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലെ അവതാരത്തിലും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ.